ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ബ്ലൂടൂത്തിൻ്റെ സൗണ്ട് ബാറാണ്. ഇത് കംപ്ലൈൻ്റ് ആണ്. അപ്പം ഇതിനെന്തൊക്കെയാണ് കംപ്ലൈൻ്റ് എന്നും ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതുമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അയച്ചിട്ട് നോക്കാം എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഇത് ഞാനിവിടെ ചാർജിലിട്ടിട്ടുണ്ട്, ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യുമ്പം കണക്റ്റ് ആവും, പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ഓഡിയോ വീഡിയോ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്യുമ്പോഴത്തിന് ഇത് ഓഫാവും, അല്ലെങ്കിൽ സൗണ്ട് കൂട്ടുകയോ ചെയ്താൽ ഇത് ഓഫായി പോകും. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിൻ്റെ വീക്കാണ്. എത്ര നമ്മൾ ചാർജിലിട്ടാലും ചാർജ് നിൽക്കുന്നില്ല, അത് വർക്കാകുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്യാം. Welcome to Sergio Music World. Bluetooth mode. ഇപ്പോൾ ഒക്കെ ഓൺ ആയിട്ടുണ്ട്, കണക്റ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഒന്ന് ജസ്റ്റ് പ്ലേ ആയി, അപ്പോൾ അത് ഓഫായി. പിന്നെ രണ്ടാമത് അത് വീണ്ടും ഓണായി. ഇനി നമ്മൾ പ്ലേ ചെയ്താൽ ഓഫായി പോയി. ഇതാണ് ഇതിന്റെ പ്രശ്നം. അതിന്റെ മെയിൻ കാരണം ഇതിന്റെ ബാറ്ററി ആവാനാണ് സാധ്യത. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കാം. സൗണ്ട് ബാർ നമ്മൾ അയക്കാൻ വേണ്ടി പോവാണ്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അയക്കുമ്പം ഇതിൻ്റെ സ്ക്രൂ എവിടെയാണ്, ഏതെങ്കിലും സ്ക്രൂ അയക്കാത്തതുണ്ടോയെന്നൊക്കെ നമ്മൾ മറ്റുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റിക്കറിൻ്റെ അടിയിലൊക്കെ സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അയക്കാൻ. ഇതിൻ്റെ ഈ ഡ്രൈവ് ബോർഡിൻ്റെ ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്. ഈ വശത്ത് ഈ ബോർഡ് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഏതായാലും നമുക്കിതൊന്ന് അയച്ചു നോക്കാം. അതുപോലെ ഇതിൻ്റെ ബാറ്ററി ഏത് വശത്തായിരിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കാം. 2 സ്ക്രൂ അയച്ചിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ബാറ്ററി ഏത് വശത്താണ് വരുന്നതെന്നുള്ളത് നമ്മൾ നോക്കണം. ബാറ്ററി ആയിരിക്കും സാധ്യത, വേറൊരു പ്രശ്നം വരേണ്ടതില്ല. ജസ്റ്റ് ഈ ബോർഡൊന്ന് ഞാൻ അയച്ചെടുക്കട്ടെ. എൻ്റെ ഊഹം കറക്റ്റാണ്. ഇവിടെ ഈ ഡ്രൈവ് ബോർഡ് മാത്രമേ ഉള്ളൂ, ബാറ്ററി ഈ വശത്ത് വരുന്നില്ല. അപ്പോൾ ഈ സ്പീക്കർ വരുന്ന ഈ വശത്താവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ നെറ്റൊന്ന് ഒരു കേടും കൂടാതെ ജസ്റ്റ് ഒന്ന് അയച്ചെടുക്കാം. നമ്മൾ അയച്ചെടുത്ത ഡ്രൈവ് ബോർഡ് ഞാൻ അതുപോലെ തന്നെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം അതിൻ്റെ ബാക്കിൽ ബാറ്ററി ഒന്നുമില്ല. ഇനി നമുക്ക് സാധ്യത ഇവിടെയാണ്, ഈ സ്പീക്കറിന് ഈ നെറ്റ് വരുന്ന വശത്തോ ഇതിൻ്റെ ഉള്ളിലോ ആയിരിക്കാം ബാറ്ററി. അപ്പോൾ ഈ നെറ്റിന് നമ്മളൊരു സ്ക്രൂ എവിടെയും കാണുന്നില്ല, ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കി നോക്കാം. മറ്റുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ കിട്ടലുണ്ട്, ഇതും അങ്ങനെ ആയിരിക്കും, അല്ലാണ്ടിരിക്കാൻ വഴിയില്ല. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്പോഞ്ച് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്, പൊടി കയറുന്നതിനുള്ളതായിരിക്കാം. പിന്നെ ഇവിടെ ഒരുപാട് സ്ക്രൂ ഉണ്ട്, 2, 4, 6, 8, 10, 12 സ്ക്രൂ ഇരിക്കുന്നുണ്ട്. അതുപോലെ 2 സൈഡിൽ 2 സ്പീക്കർ ഉണ്ട്. അപ്പം ഇതോടെ നമുക്കൊന്ന് അയച്ചെടുക്കാം. ഇതിൻ്റെ അടിയിലായിരിക്കും ബാറ്ററി ഇരിക്കുന്നത്. ഈ സ്പീക്കറിൻ്റെ വശത്ത് വരുന്ന സ്ക്രൂ എല്ലാം ഞാൻ അയച്ചെടുത്തിട്ടുണ്ട്. 12 സ്ക്രൂ ഉണ്ടായിരുന്നു, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് അയച്ചെടുക്കണം, ഈ ടോപ്പ് അയച്ചെടുക്കണം. ഇത് സ്പീക്കറോട് കൂടിയാണോ അല്ലാതെ സെപ്പറേറ്റ് ആണോ ഒന്നും അറിയില്ല. ഇതെന്തോ ഒരു ലോക്കിലാണ് ഇതിൻ്റെ സിസ്റ്റം കിടക്കുന്നത്. ഏതായാലും ഇത് പിടിച്ചിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അയക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് അയക്കുക, അല്ലെങ്കിൽ നമുക്കിത് തിരിച്ച് അതുപോലെ ഇടാൻ പ്രയാസമാവും. ഫുള്ള് പ്രസ്സിങ് ആണ്, വേറെ സംഭവമൊന്നുമില്ല. ഓക്കെ, സംഭവം ഏതായാലും ടോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്ന ഉള്ളിൽ തന്നെയാണെന്ന് തോന്നുന്നു. ബാറ്ററി ഇത് അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് ഫുള്ള് ഗ്ലൂ ഗം വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ആ വയർ വിട്ടുപോകാത്ത രീതിയിൽ മെല്ലെ ക്ലിയർ ചെയ്തെടുക്കണം. ബാറ്ററി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ബാറ്ററി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യണം എടുത്തിട്ട്. ഇതിൻ്റെ വയറെല്ലാം ഈ ടോപ്പിൻ്റെ മേലെ ഗ്ലൂഗം വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. അതങ്ങനെ ചെയ്യുന്നത് ഇത് വർക്ക് ചെയ്യുമ്പം എന്തെങ്കിലും ചെറിയ ഇളകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒരു സൗണ്ടായിട്ട് വരും, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്. ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം, അതുകൂടെ ഒന്ന് എടുക്കാം. ഈ ബാറ്ററി ഇതിൽ നിന്ന് ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു പണി തന്നെയാണ്. കാരണം അടിയിലെല്ലാം നല്ലോണം ഗം ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രൂ ഡ്രൈവറെല്ലാം വെച്ച് തിക്കിയിട്ടും അതിൻ്റെ ബാറ്ററിൻ്റെ ഇൻസുലേഷൻ
നീങ്ങിപ്പോരാ എന്നല്ലാതെ ബാറ്ററിക്ക് ഒരിളക്കം സംഭവിച്ചിട്ടില്ല. ഏതായാലും നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഈ ബാറ്ററിൻ്റെ ഈ ഇൻസുലേഷൻ ഇളക്കി കളഞ്ഞിട്ടാണ് നമ്മൾ ബാറ്ററി എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഇത് കിട്ടുള്ളൂ. കാരണം ഈ ഗമ്മ് ഈ ഇൻസുലേഷൻ്റെ മേലെ അതിന് ഇരിക്കുന്നത്. അപ്പോൾ ഞാനത് കീറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിക്കിയെടുക്കാം. ഇതാണ് ഈ ബാറ്ററിൻ്റെ ഒരു അവസ്ഥ. ബാറ്ററി ഡെഡാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക്. കാരണം നല്ല പഴക്കമുണ്ട് ഈ സംഭവം. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ബാറ്ററി എത്ര വാട്ട്സ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. 3.7 ഒക്കെ ആയിരിക്കാം. കാരണം മൊബൈൽ ചാർജറിലാണ് ഇത് വർക്കാകുന്നത്. അപ്പോൾ 3.7 ആയിരിക്കാൻ സാധ്യത ഉണ്ട്. ഇതൂടെ നിളക്കിയെടുക്കട്ടെ. ഇവിടെ ചെറുതായിട്ട് ഇതിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട് ഈ ബാറ്ററിയിൽ, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. 3.7 ആയിരിക്കും. ഇനി നമ്മൾ ഒരു 3.7 ബാറ്ററി എടുത്തിട്ട് മാറ്റിയിട്ട് നോക്കാം. 3.7 ഉള്ളൊരു ബാറ്ററി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സെയിം കളർ തന്നെയാണ്, പക്ഷേ ഇതിന് വയർ ഷോൾഡർ ചെയ്തിട്ടൊന്നുമില്ല. അതേപോലെ അതല്ല നമ്മൾ ചെയ്തെടുക്കണം. നെഗറ്റീവും പോസിറ്റീവും മാറാതെ ചെയ്തെടുക്കണം. ഈ ബാറ്ററിക്ക് ആകെ വരുന്ന വില എന്ന് പറയുന്നത് 60 രൂപ മാത്രമാണ് ഈ ബാറ്ററിക്ക് വരുന്നത്. ഈ 60 രൂപൻ്റെ ഒരു പ്രശ്നത്തിനാണ് നമ്മൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ മൂലക്കിടുക. അതുപോലെ നിസ്സാര പൈസൻ്റെ സംഗതികളാണ് ഇതൊക്കെ. സ്വയം ചെയ്യുക. ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബിൽ വരുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്വയം ചെയ്യാം. അപ്പം ഞാൻ ഏതായാലും ഈ വയറ് ബാറ്ററിൻ്റെ നെഗറ്റീവും പോസിറ്റീവും മാറാതെ ഒന്ന് ഷോൾഡർ. ഇതിൽ ബ്ലാക്ക് വയർ നമ്മൾ ഇച്ചിരി നീളം കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാറ്ററിൻ്റെ നെഗറ്റീവ് വരുന്ന ഭാഗത്ത് നമ്മളിത് ഷോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു സ്ലീവ് ഇട്ട് കൊടുക്കുക. ഇതേപോലത്തെ സംഭവങ്ങൾക്കൊക്കെ ഏറ്റവും ബെറ്റർ സ്ലീവാണ്. 1 മീറ്ററിന് 5 റുപ്യ 7 റുപ്യ ഒക്കെ വരുന്ന ടൈപ്പ് സ്ലീവാണിത്. ഈ സ്ലീവ് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കൊടുത്താൽ ഷോർട്ടോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇൻസുലേഷനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഈ സ്ലീവ് തന്നെ. കാരണം ചൂടായാലൊക്കെ പൊളിഞ്ഞു പോകാനുള്ള സാധ്യത ഇല്ല. അത് സെറ്റ് അവിടെ ഇരിക്കുകയുള്ളൂ. ഇനി ഇത് വലിഞ്ഞൊന്നും വരില്ല. ഇനി നമുക്ക് ഈ ചുവന്ന വയർ ഇവിടെ ഷോൾഡർ ചെയ്ത് കൊടുക്കാം. പോസിറ്റീവിൽ ഷോൾഡർ ചെയ്ത് കൊടുക്കാം. അതോടുകൂടി നമ്മളെ ഇതിൻ്റെ വർക്ക് കഴിയും. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. വയറ് നമ്മൾ ഷോൾഡർ ചെയ്തു. ഇനി സ്പീക്കറെല്ലാം അതാത് സ്ഥലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ ഓൺ ആകുന്നുണ്ട്. ഇനി നമുക്കത് ബാറ്ററി ഒക്കെ നല്ലതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കവറെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലൂടൂത്ത് വഴി ബാറ്ററി നമ്മൾ ഗം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വയറെല്ലാം ശരിക്കും ഒന്ന് ഗം ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഇപ്പം നമ്മൾ സൗണ്ട് ബാർ നമ്മൾ അയച്ചതുപോലൊക്കെ വളരെ നീറ്റാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫോണിൽ ഞാൻ ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൗണ്ട് ബാറിൻ്റെ സ്വിച്ച് ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കാം. അതാണ് കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്നത് സംഭവം കേട്ടോ. അപ്പോൾ ഓക്കെ, അത് ഓൺ ആയിട്ടുണ്ട്. ബ്ലൂടൂത്ത് മോഡ് എന്ന് പറഞ്ഞു. ഇനി ബ്ലൂടൂത്ത് കണക്റ്റ് ആയി. ഓക്കെ, അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ തന്നെ പ്ലേ ചെയ്ത് നോക്കുകയാണ്. സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് വഴി ബന്ധപ്പെട്ടാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒഴിവ് പോലെ പറഞ്ഞു തരും. വാട്സപ്പ് വോയിസ് അയക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് വർക്ക് ആകുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. തെർമോകോള് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റിൽ ടൈറ്റായി നിൽക്കുന്ന രീതിയിൽ. കോപ്പിറൈറ്റ് വരും എന്നുള്ളതുകൊണ്ടാണ് നമ്മളെ ചാനലിലെ വോയിസ് തന്നെ. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ഡോറിന് പുറത്തേക്ക് ചാടി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് പ്രൈമർ അടിച്ചെടുക്കാം നമുക്ക്. ഇത് വർക്കിംഗ് അല്ല. ഇതിനെന്താണ് കുഴപ്പം, എന്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സൗണ്ട് ബാർ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ വർക്കിംഗ് ആണ്. ഒരു പ്രശ്നവുമില്ല. ഇതിനിപ്പോൾ നിങ്ങൾ കണ്ടു, വെറും 60 രൂപ ചിലവാണ് നമുക്കിതിന് വന്നിട്ടുള്ളത്. ഇതുപോലെ വളരെ നിസ്സാര പ്രശ്നത്തിന് പല
ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മളെ വീട്ടിൽ കേടായി കിടക്കുന്നുണ്ടാവും. ഇത് സ്വയം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചെയ്യുക. ഒരു 60 രൂപ ചിലവ് വരുള്ളൂ. ഇനി ഇതൊരാൾക്ക് സർവീസ് ചെയ്യാൻ കൊടുത്താൽ ഒരു 150-200 ഉറുപ്പ്യ ചിലർ വാങ്ങിക്കും. കാരണം ഇതിന് അതിൻ്റേതായ അധ്വാനം ഉണ്ടായ ഒരു തൊഴിൽ മേഖലയാണ്, അതിനൊന്നും അവഗണിക്കല്ല. അപ്പം എല്ലാവരും സ്വയം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കുക. ഇതുപോലത്തെ സംഭവങ്ങളൊന്നും മൂലക്കിടാതെ സ്വയം റിപ്പയർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ സർവീസ് ചെയ്യിച്ചെടുക്കുക. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി